കണ്ണൂർ വളപട്ടണത്തെ വൻ കവർച്ചയുടെ കൂടുതൽ ദൃശ്യങ്ങൾ 24-ന് അയൽവാസിയായ ലിജീഷാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. 1,21,300,000 പവനും അയൽപ്പക്കത്ത് താമസിച്ചുകൊണ്ട് തൊട്ടടുത്ത വീട്ടിലെ മോഷണം നടത്തി നേടിയെടുത്തു. എന്നാൽ ഈ പണം മുഴുവൻ പോലീസ് ഇപ്പോൾ ഇയാളുടെ വീട്ടിൽ നിന്ന് പിടികൂടി. സജോ ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാർ ലഡു വിതരണം ചെയ്ത് ഈ പ്രതിയെ പിടിച്ചതിൻ്റെ സന്തോഷം പങ്കിട്ടു എന്ന വാർത്ത കൂടി ഈ അവസരത്തിൽ വരുന്നു. യഥാർത്ഥ കേരള പോലീസിൻ്റെ മിടുക്കിന് മറ്റൊരു ഉദാഹരണം കൂടിയാണ് പെട്ടെന്ന് തന്നെ ഈ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞത്. താങ്ക്സ് ടു കേരള പോലീസ്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചേരുന്നു. സജോ, വിശദാംശങ്ങൾ പറയൂ. ഞാൻ വളപട്ടണം പോലീസ് സ്റ്റേഷനിലാണ്. പോലീസുകാർ ലഡു വിതരണമൊക്കെ ചെയ്താണ് ആഘോഷിച്ചത്. കാരണം വലിയ ഒരു അളവിലുള്ള മോഷണം, വലിയ അപൂർവമായ ഒരു കേസ്, അപൂർവ സ്വഭാവത്തിലുള്ള സവിശേഷതകളുള്ള ഒരു കേസ് എന്ന നിലയ്ക്കൊക്കെ വളരെ വേഗത്തിൽ, റെക്കോർഡ് വേഗത്തിൽ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞു. അതിൻ്റെ സന്തോഷമൊക്കെയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഈ പ്രതി ഈ വീടിനോട് തൊട്ട് ചേർന്ന്, അതായത് വീട്ടുടമയുടെ മോഷണം നടന്ന വ്യാപാരിയുടെ വീടിനോട് തൊട്ട് ചേർന്ന് തന്നെ താമസിക്കുന്ന ആൾ കൂടിയാണ്. അവിടുത്തെ നാട്ടുകാർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഇദ്ദേഹത്തെ അറിയാമോ നിങ്ങൾ? അത് കണ്ടിട്ടില്ല. ഇവർ അങ്ങനെ പുറത്തേക്ക് വരുന്നത് കുറവാണ്. ആളുകളുമായിട്ടൊന്നും ഇല്ല, സമ്പർക്കം കുറവാണ്. അതിൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ പ്രതിൻ്റെ ഈ വീട്ടിൻ്റെ തൊട്ടിപ്പുറം തന്നെയാണ്, അഷറഫ് ഖാൻ്റെ വീട്ടിൻ്റെ തൊട്ടിപ്പുറമാണ് ഈ പ്രതിൻ്റെ വീട്. പ്രതി അങ്ങനെ പുറത്തിറങ്ങൽ കുറവാണ്, അതായത് ആളായിട്ട് സമ്പർക്കങ്ങൾ കുറവാണ്. അതാണ്, അവിടെയുള്ള ആളുകളാണ്. ആളുകളുമായിട്ട് വലിയ സമ്പർക്കമൊന്നുമില്ല. നമ്മളോടൊപ്പം ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ കൂടി ചേരുകയാണ്. നമുക്ക് അവരോട് ചോദിക്കുക, ഈ ഇവരെ കുറിച്ച് അറിയാമോ? നിങ്ങളുടെ വാർഡാണോ അതോ? അല്ല, ഇത് നടന്നത് ചെർക്കൽ പഞ്ചായത്തിലാണ്. ഞാനിവിടെ വളപട്ടണം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. ഇപ്പോൾ ഇതിപ്പോൾ പോലീസ് സ്റ്റേഷൻ നിൽക്കുന്നത് എൻ്റെ വാർഡിൽ. അപ്പോൾ സമീപ പ്രദേശമായതുകൊണ്ട് നമ്മളിവിടെ ഇപ്പോൾ ഒരു അറിയുന്ന ആൾ തന്നെ ആയിരിക്കും ഇങ്ങനെ ഒരു മോഷണം നടത്തിയിട്ടുണ്ടാവുക എന്ന് ആദ്യമേ തന്നെ നമ്മൾ സംശയിച്ചിരുന്നു. അതന്നെ ശരിയാവുകയും ചെയ്യും. അതന്നെ ശരിയാണ്. നമ്മൾ അങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് ഇപ്പോൾ കുറുവാ സംഘം അങ്ങനെയൊക്കെ കുറേ ഒരു കിംവദന്തി ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല, ഈ ഒരു ഫാമിലിനെ നന്നായി അടുത്തറിയുന്ന ആരെങ്കിലും ആയിരിക്കും ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് ഉറച്ച വിശ്വാസം നമുക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ തൊട്ട് അയൽവാസി ഒരു മതിലിൻ്റെ അകലം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ്. ഒരു വീടിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് വരുന്ന ആളാണ്. കുറിച്ച് ആളുകൾ പറയുന്നത് ഇദ്ദേഹം പക്ഷേ ആളുകളുമായിട്ടൊന്നും വലിയ സമ്പർക്കമൊന്നും പുലർത്താതെ ഇരുന്നൊരു ആളാണ്. സൈലന്റ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ഇയാളാണ് പ്രതിന്ന് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും സത്യത്തിൽ ഭയങ്കര അത്ഭുതമാണ് തോന്നിയത്. കാരണം ഏറ്റവും വലിയൊരു കവർച്ചയല്ല, 300 പവന് 1 കോടി എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അപ്പം ഇത്രയും വലിയൊരു കവർച്ച നടത്താന്ന് പറയുന്നത് അത്രയും കഴിവ് വേണം. തന്നെ എന്നിട്ടൊരു ചെറിയൊരു അറിയോ, ഒരു ലോക്കറൊക്കെ ഉണ്ടാക്കി അതിൽ തന്നെ. ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ SI സാറാണ് അതിൻ്റെ ഫോട്ടോ കാണിച്ചു തന്നത്. ആളുടെ വീട്ടിൻ്റെ കട്ടിലിൻ്റെ അടിയിൽ ഒരു പ്രത്യേക ഒരു ക്യാബിന് നിർമ്മിച്ച് അതിലാണ് ക്യാഷും സ്വർണ്ണവും സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നും പറയുന്നു. ബാക്കിയൊക്കെ ആധികാരിക. ഈ തെരച്ചിലും ഈ അന്വേഷണമൊക്കെ നടക്കുമ്പോൾ ആൾ ഇവിടെ വീട്ടിലും കണ്ടവരുണ്ട്. കഴിഞ്ഞ വീക്കിലൊക്കെ ചാനലുകാരൊക്കെ വന്ന സമയത്ത് ഇയാളും അവിടെ ഉണ്ടായിരുന്നതെന്ന് അറിയാൻ പറ്റിയത്. അതാണ് ഇവിടുത്തെ ജനപ്രതിനിധിയാണ് നമ്മളോടൊപ്പം ചേർന്നത്. അതായത് യഥാർത്ഥത്തിൽ റിക്കവർ ചെയ്തിരിക്കുന്നത് 1,21,00,000 രൂപയാണ്. ഒപ്പം 300 പവൻ സ്വർണ്ണാഭരണങ്ങൾ. നേരത്തെ 1 കോടിയോളം രൂപ എന്നതായിരുന്നു പരാതി. പക്ഷേ 1,21,00,000 രൂപയാണ്. നേരത്തെ ഈ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ഒപ്പം ഈ തൊണ്ടി മുതലിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. അതായത് ഈ ദൃശ്യങ്ങൾ ഈ കേസിൽ വളരെ നിർണായകമായി. അതായത് ഈ കേസിന് കുറേയധികം സവിശേഷതകളും അപൂർവതകളുമുണ്ട്. ഒന്ന്, ഈ മോഷണ മുതലിൻ്റെ വലിപ്പം തന്നെയാണ്. അതായത് 1,21,00,000 രൂപ, 300 പവൻ, അതൊരു വീട് കുത്തിത്തുറന്ന് കവർച്ച നടത്തുക എന്നത് സമീപകാലത്ത് ആദ്യമാണ്. മറ്റൊന്ന്, ഒരു പ്രതി, ഒരു കള്ളൻ ഒരേ വീട്ടിൽ തന്നെ, അതായത് മോഷണം നടത്തിയതിൻ്റെ പിറ്റേ ദിവസവും രാത്രി ആ വീട്ടിലെത്തി. അങ്ങനെ 2 തവണ എത്തി. 2 തവണയും CCTVയിൽ പെട്ടു. പക്ഷേ അവ്യക്തമായ ദൃശ്യങ്ങളാണ് എന്നത് മാത്രമാണ്. അതും ഈ കേസിൽ വളരെയധികം സവിശേഷതയുള്ളത്. കാരണം പോലീസിനെ തന്നെ ഞെട്ടിച്ചു. ആ കള്ളൻ 2ാമതും ഓടെ വന്നു എന്നതാണ്. മറ്റൊന്ന്, ഈ കുടുംബത്തിൻ്റെ യാത്രാ വിവരങ്ങൾ. കഴിഞ്ഞ മാസം 19-ാം തീയതിയാണ് ഈ വ്യാപാരിയായ KP അഷ്റഫ് മധുരയിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ കുടുംബത്തിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോയത്. 24-നാണ് തിരിച്ചു വരുന്നത്. ഈ യാത്രാ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അത് നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തിരുന്നു. ഈ പണം സൂക്ഷിക്കാൻ വേണ്ടി നേരത്തെ തന്നെ കട്ടിലിനടിയിൽ നിർമ്മിച്ചിരുന്നു. കട്ടിലിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ അടിഭാഗത്ത് നിർമ്മിച്ചിരുന്നു. അങ്ങനെ ധാരാളം സവിശേഷതകളുണ്ട്. ആ ദൃശ്യങ്ങളിലെ രൂപസാദൃശ്യവും ടീഷർട്ടുമാണ് പ്രധാന വഴിത്തിരിവായത്. വിരലടയാളവും മാച്ചായി ഒപ്പം തൊണ്ടി മുതൽ വീണ്ടെടുക്കാനായതോടുകൂടി കേസിനെ സംബന്ധിച്ചിടത്തോളം റെക്കോർഡ് വേഗത്തിൽ പോലീസിന് പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞതാണ് ഈ കേസിൻ്റെ സവിശേഷത. SK സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. എന്നാൽ 1,21,00,000 പവനും കവർന്നെടുത്ത അയൽവാസി പോലീസ് വളരെ ശാസ്ത്രീയമായി നടത്തിയ കുറ്റാന്വേഷണത്തിലൂടെ കണ്ടുപിടിച്ചു. അതിൻ്റെ മധുര വിതരണം, ലഡു വിതരണമൊക്കെ തന്നെ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ നടന്നു. കാരണം വളരെ പെട്ടെന്ന് തന്നെ, ഒട്ടും താമസിക്കാതെ തന്നെ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പണമൊന്നും നഷ്ടപ്പെട്ടില്ല. അയാൾ മുറിക്കുള്ളിൽ തന്നെ ഒരു ലോക്കറൊക്കെ ഉണ്ടാക്കി കൃത്യമായിട്ട് അവിടെ ഭദ്രമാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഭാവിയിൽ ഒരുപാട് പദ്ധതിയൊക്കെ തയ്യാറാക്കി ചിലവാക്കാൻ വേണ്ടി. എന്നാലും ചേട്ടന് അബദ്ധം പറ്റി, ചേട്ടനകത്തായി.
ആര്യ പറയുന്നു കോട്ടയം ജില്ലയിൽ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടും ഞങ്ങളുടെ കോളേജിന് അവധിയില്ല. കിഡ്സ് കോളേജ് കോട്ടയത്തെക്കുറിച്ചാണ് പറയുന്നത്. ആര്യ, അതൊരു സ്വകാര്യ കോളേജാണ്. എനിക്ക് തോന്നുന്നത് ജില്ലാ കളക്ടർ പ്രഖ്യാപിക്കുന്ന അവധി അവർക്ക് ബാധകമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പ്രിൻസിപ്പൽ ഈ കാര്യം ശ്രദ്ധിക്കുക. കോട്ടയം ജില്ലയിൽ പൊതുവെ ക്ലാസ് നടത്താൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അങ്ങുകൂടി അവധി കൊടുക്കാൻ അങ്ങ് ശ്രമിക്കണം. അവധി കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം നിലവിലുണ്ടെങ്കിൽ.